ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് 3 വീഡിയോസ് ഉണ്ട്, ഞാൻ ഒന്നിച്ചെടുത്തിരിക്കുന്നതാണ്. ഈ വീഡിയോ യുവിക്ക് 9 മാസമായപ്പോൾ പോളിയോ മരുന്ന് കൊടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മൾ ബബീനയിലായിരുന്നു, UP-യിൽ. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ. അടുത്ത് ഞാൻ കാണിക്കുന്ന വീഡിയോ 9 മാസത്തിലെ വാക്സിൻ ഉണ്ട്, അതെടുക്കാൻ വേണ്ടി പോയതാണ്. അതും അവിടെ വെച്ചായിരുന്നു കേട്ടോ, ഉത്തർപ്രദേശിലെ ബബീനയെ വെച്ചാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോയത്. ഇതേ കാണുന്ന നേഴ്സായിരുന്നു വാക്സിൻ എടുത്ത, മലയാളിയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇത് കണ്ടില്ലേ, ഓരോ മാസത്തിൽ എടുക്കേണ്ടതെല്ലാം അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യുവിക്ക് വാക്സിനൊക്കെ എടുത്തു. ആദ്യം യുവി കുട്ടികൾ കരയുന്നതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു, പേടിച്ച്. ക്യാമറയിൽ പോലും വിളിച്ചിട്ട് നോക്കാതെ അങ്ങ് ബാക്കിലോട്ട് നോക്കിയിരിക്കുകയാണ് ഓരോ കുട്ടികൾ കരയുന്നത്. അത് കഴിഞ്ഞ് ഇത് വാക്സിൻ എടുത്തതിന് ശേഷം പനിയൊന്നും അങ്ങനെ വന്നില്ലായിരുന്നു കേട്ടോ. 9 മാസത്തിലെ വാക്സിൻ എടുക്കുമ്പോൾ പനി വരത്തില്ല എന്നാണ് നേഴ്സ് പറഞ്ഞായിരുന്നു. പിന്നെ നല്ല കരച്ചിലായിരുന്നു ആള്. ആ ടൈം ഏട്ടനായിരുന്നു പിടിച്ചു വെച്ച് കൊടുത്തതൊക്കെ. കാലിലും കയ്യിലും ഒക്കെ ഉണ്ടായിരുന്നു വാക്സിൻ. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഇന്ന് എടുത്ത വീഡിയോ ആണ്. ഇന്ന് 1 വയസ്സും 4 മാസമായതിൻ്റെ വാക്സിനായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനും അമ്മയും യുവിയും കൂടിയാണ് രാവിലെ പോയി. അച്ഛന് ജോലിക്ക് പോകുന്ന മുമ്പ് അച്ഛൻ വന്ന് അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ 3 പേരും കൂടി യുവിയും കൂടെ കൂട്ടി 4 പേര്. അങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അച്ഛൻ പോയായിരുന്നു. പിന്നെ ഞാനും യുവിയും അമ്മയായിരുന്നു. ഇന്നത്തെ വാക്സിന് 3 ആയിരുന്നു കേട്ടോ. 2 കാലിലും 1 കയ്യിലുമായിരുന്നു ഇന്നത്തെ വാക്സിന്. പിന്നെ തിരക്കില്ലായിരുന്നു, മോർണിംഗ് പോയതുകൊണ്ട്. ഒരു 9:30 ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കില്ലായിരുന്നു. 3ാമത്തെ ടോക്കണായിരുന്നു. വൈറ്റമിൻ ഡ്രോപ്പ് കൊടുത്തപ്പോൾ തന്നെ അവൻ തുപ്പിക്കളഞ്ഞായിരുന്നു. അതിലിപ്പോൾ കാണാം, അവൻ വായിൽ വെച്ചതും കുറച്ചേ പോയുള്ളൂ, ഫുള്ളായിട്ട് പോയില്ല. പിന്നെ അവൻ കൊലയ്ക്കായിരുന്നു. പിന്നെ നെഞ്ചൊക്കെ തടവി കൊടുത്തായിരുന്നു. അങ്ങനെ നെഞ്ചൊക്കെ തടവി കൊടുത്തിരുന്നു, വീണ്ടും കൊലക്കായിരുന്നു. പിന്നെ അതേ കണ്ടില്ലേ, ബഹളം കണ്ടില്ലേ, അത് ഡ്രോപ്പ് കുടിച്ചിങ്ങനെ. അപ്പോൾ അടുത്ത് വാക്സിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വാക്സിൻ എടുക്കേണ്ടത്. അപ്പോൾ വാക്സിൻ എടുക്കുന്ന മുമ്പ് ഇവന് ചെറിയൊരു ജലദോഷം ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വാക്സിൻ എടുത്തോളാൻ പറഞ്ഞു. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഫീവർ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് എടുത്തു. ഡോക്ടർ പറഞ്ഞ് ചെസ്റ്റ് ക്ലിയർ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വാക്സിൻ എടുക്കാൻ പോയി. അപ്പോൾ വാക്സിൻ എടുക്കാൻ ചെന്നിരുന്നപ്പോഴേ ആൾ കണ്ടില്ല, ഞെട്ടിയിരിക്കുക, എന്താ നടക്കുന്നതെന്നൊക്കെ അവൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. കണ്ടില്ല, ഞെട്ടിയിരിക്കുന്നത്. പിന്നെ വാക്സിൻ എടുക്കുന്ന മുമ്പായിട്ട് ആൾ വിളിക്കാൻ തുടങ്ങിയായിരുന്നു. അവൻ വേറെ ആരെ കയ്യിലും പോകത്തില്ല കേട്ടോ. എൻ്റെയും ജീതാമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ, വീട്ടിലുള്ളവരുടെ കയ്യിൽ വരും അറിയാം, പക്ഷെ വേറെ ആരെങ്കിലും നിൽക്കുന്നത് കാണുമ്പോഴേ അവന് പേടിയാണ്. അപ്പോൾ പിന്നെ പിടിക്കുകയും കൂടെ ചെയ്തപ്പോൾ പിന്നെ അവൻ വാക്സിൻ എടുക്കുന്ന മുമ്പായിട്ട് കരഞ്ഞു. പിന്നെ വേറെയും ഡ്രോപ്സ് ഉണ്ടായിരുന്നു വാക്സിൻ എടുക്കുന്ന മുമ്പായിട്ടുള്ളത്. അത് കൊടുത്തതിന് ശേഷമാണ് അടുത്ത് വാക്സിൻ എടുക്കുന്നത്. അതിന് മുമ്പായിട്ട് അമ്മയും കുഞ്ഞു ബുക്കിലൊക്കെ രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അതൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വാക്സിൻ കൊടുക്കുന്നത്. പിന്നെ മോർണിംഗ് എണീറ്റപ്പോൾ ഇവ ലേറ്റായി, ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്നതായിരുന്നു. അതിൻ്റെ ഇതിലാണ് അവൻ കോട്ടുമൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. പിന്നെ ഇത് കൊടുത്തപ്പോഴും അവന് ഇഷ്ടപ്പെട്ടില്ല. ഇത് കൊടുത്തു കഴിഞ്ഞത് ഇതേ കണ്ടില്ലേ, അവന് പിന്നെ കരയാൻ തുടങ്ങി. ഫസ്റ്റ് വാക്സിൻ വന്നിട്ട് കയ്യിലായിരുന്നു. കയ്യിൽ നമ്മൾ പിടിച്ചു വെച്ച് കൊടുക്കണം. പിന്നെ കൈ കഴിഞ്ഞിട്ടാണ് 2 കാലിൽ. അതേ കണ്ടില്ലേ, വാക്സിൻ എടുത്തില്ല, അതിനു മുമ്പേ ആൾ വിളി തുടങ്ങി കരയാൻ. പിന്നെ ഇവൻ കരഞ്ഞു കുടിക്കുമ്പോൾ ഏങ്ങി നിന്ന് കളയും. അതൊരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ വാക്സിൻ ഒന്ന് കയ്യിലെടുത്ത് കഴിഞ്ഞതും അടുത്ത് ഏങ്ങി നിന്നായിരുന്നു. പിന്നെ കുലുക്കിയപ്പോൾ ഓക്കെ ആൾ. കാൽ 2 എടുത്തപ്പം കരഞ്ഞു, പക്ഷെ വേറെ കുഴപ്പമില്ലെന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ ഈ കയ്യിലെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത് കാലിലും എടുക്കും. ഇതേ കണ്ടില്ല, ഇതേപോലെ എപ്പോഴും നിൽക്കും, സൗണ്ട് ഇല്ലാതെ നിൽക്കും. മീൻസ് എന്തെങ്കിലും സാധനം അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോഴായാലും അങ്ങനെ നിൽക്കുള്ളൂ. ഇപ്പം കുറച്ചത് മാറ്റമുണ്ട്. പിന്നെ പണ്ടാണെങ്കിൽ ബോധം കെട്ട് വീഴൊക്കെ ചെയ്യുന്ന ഓരോ സാധനം മീൻസ് നിൽക്കുന്ന നിപ്പിൽ അങ്ങ് താഴെ വീഴും, അങ്ങനെയായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റമുണ്ട്. ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൽ നിന്നൊക്കെ മാറി. അടുത്ത് പിന്നെ കാലിലായിരുന്നു. പിന്നെ ഒരു കാലിൽ നല്ല വേദനയായിരിക്കും എന്ന് പറഞ്ഞു. മറ്റേത് കയ്യിലും മറ്റേ കാലം എടുത്തത് ആ ഒരു ടൈമിലെ പെയിനേ കാണുള്ളൂ, ബാക്കി കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഒരു കാലിൽ നല്ല പെയിൻ ആയിരിക്കും 2 ദിവസത്തേക്ക്. പക്ഷേ നമ്മൾ അനക്കാതെ വെക്കില്ലെന്ന് പറഞ്ഞാൽ അവനെ നടക്കണം, കളിക്കാനൊക്കെ വിടണമെന്ന് പറഞ്ഞായിരുന്നു നേഴ്സ് അതെടുത്തപ്പോൾ. പിന്നെ പനി വന്നില്ലെങ്കിലും ചെന്ന ഉടനെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞായിരുന്നു, പാരസെറ്റമോളിൻ്റെ. അവരവിടെ നിന്ന് തരും, അത് കൊടുക്കാൻ പറഞ്ഞു. 5 ml വെച്ച് 6 മണിക്കൂർ വിട്ട്. അപ്പോൾ പനി വരുമെന്നാണ് അവർ പറഞ്ഞത്, അപ്പോൾ അതും കൊടുക്കണം. അപ്പോൾ പിന്നെ ആൾക്ക് നല്ല വേദനയും കരച്ചിലുമൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ 5 മിനിറ്റ് അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു. വേദനയൊക്കെ മാറ്റി കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് ഓട്ടോയിലായിരുന്നു വന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ കുട്ടൻ്റെ കൊച്ചു കാര്യങ്ങളാണിത്.